അയ്യപ്പേട്ട, KPCC പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ മുറുകുന്നു. ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്തുകൊണ്ട് ആന്റോ ആന്റണി? അതായത് എന്തുകൊണ്ട് ആന്റോ ആന്റണി എന്ന് ചോദിക്കുമ്പോൾ, ഉമ്മൻചാണ്ടിക്ക് ശേഷം ക്രിസ്ത്യൻ, അതായത് കോൺഗ്രസ് എന്ന് പറയുന്നത് കരുണാകരന്റെ കാലത്തും അല്ലാതെയും കോൺഗ്രസ് ഈ ജാതി സമവാക്യങ്ങൾ നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെ പോലും നിശ്ചയിക്കുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള, അതായത് ക്രിസ്ത്യൻ ആയിട്ടുള്ള പ്രാതിനിധ്യം ഉമ്മൻചാണ്ടിയെ ഒരിക്കലും ആന്റോ ആന്റണിയുമായിട്ട് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ഉമ്മൻചാണ്ടി വളരെ ഹൈപ്പിൽ നിൽക്കുന്ന ജനകീയനായ നേതാവ്. ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ പത്തനംതിട്ട ജില്ലയിൽ 4 പ്രാവശ്യം എം പി ആയിട്ട് വന്ന 4 പ്രാവശ്യം എം പി ആയിട്ടുള്ള ആള് എന്ന രീതിയിലും ആന്റോ ആന്റണിക്ക് എന്തൊക്കെയോ ചില കാലിബർ ഉണ്ട് എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആന്റോ ആന്റണിയുടെ പേര് ഇവിടെ പൊങ്ങി വന്നിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ആന്റോ ആന്റണിയുടെ പേര് നിർദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പറഞ്ഞ പോലെ കേരളത്തിൽ ബന്ധമുള്ള AICCയിലുള്ള, മാത്രമല്ല കേരള ഘടകത്തിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ പേര് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നമ്മുടെ ഈ പറച്ചിലിന് വരും. അതായത് പ്രമുഖനായ കേരളത്തിലെ വ്യക്തി എന്നാണ് സുധാകരൻ പറഞ്ഞത്. അപ്പോൾ AICCയിലെ പ്രമുഖനായ വ്യക്തി എന്ന് പറയുമ്പോൾ KC വേണുഗോപാൽ. കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടങ്ങുന്ന ഒരു ടീമിന്റെ നിർദ്ദേശമാണ് KPCC പ്രസിഡന്റായിട്ട് ആന്റോ ആന്റണിയുടെ പേര് പറയുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി ഈ പേര് പറയുമ്പോൾ AICCയെ സംബന്ധിച്ച് അവർക്ക് ഈ ആന്റോ ആന്റണി ആരെന്നോ അല്ലെങ്കിൽ അവർക്കറിയാവുന്ന തലപ്പൊക്കമുള്ള നേതാക്കൾ എന്ത് ആണ് എന്ന് മാത്രമേ അവർക്കറിയാവൂ. കേരളത്തിലെ തലപ്പൊക്കമുള്ള നേതാക്കൾ എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ അറിയുന്നത് അവർക്കറിയാവുന്ന AK ആന്റണി എന്ന നേതാവ്, അദ്ദേഹത്തിന് അവർക്ക് അടിമുടി അറിയാം. ശേഷം അവർക്ക് ചിലപ്പോൾ അവരറിയുന്ന ഒരു നേതാവ് ഇപ്പൊ K സുധാകരൻ ആയിക്കാണും. കാരണം ഇതാണ് K സുധാകരൻ വല്ലതും പറഞ്ഞാൽ K സുധാകരൻ പ്രതികരിക്കും. ഒരു ജെന്യൂൻ കോൺഗ്രസ്സുകാരനാണെന്ന് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കയും മനസ്സിലാക്കുന്നത് ഇപ്പോഴായിരിക്കും. അപ്പൊ അത്തരത്തിൽ ഇവർക്കൊക്കെ ചെവിയിൽ ഓതിക്കൊടുക്കുന്ന ഒരാളാണ്. അതായത് ഓരോ സംസ്ഥാനത്തു നിന്നും ഓരോ പ്രതിനിധിയെ AICC വെക്കുന്നത്. ഇവർക്ക് എല്ലായിടത്തും പോയി എല്ലാവരും അറിയാൻ പറ്റില്ലല്ലോ, എല്ലാവരുടെയും ബയോ ഇവർക്ക് എടുക്കാൻ പറ്റുമോ? കാര്യം ഇവർക്ക് ഡൽഹിയിൽ തന്നെ പിടിപ്പത് പണിയുണ്ടല്ലോ. അങ്ങനെ പിടിപ്പത് പണിയുള്ളപ്പോൾ ഇവരുടെ അടുത്ത് ആരും ഉപദേശിക്കും? അതുകൊണ്ട് ആന്റോ ആന്റണി മതി. അതിന് പല സമവാക്യങ്ങളും ആന്റോ ആന്റണിയുടെ പേര് പറഞ്ഞവർക്ക് ഉണ്ടായിരുന്നു. അത് മറ്റൊരു വിഷയം. അപ്പോൾ KC വേണുഗോപാലിന്റെയും ഈ കേരളത്തിൽ നിന്നുള്ള VD സതീശൻ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ വേറെ പലരുടെയും പേരുകൾ പറഞ്ഞു. വേറെ VD സതീശനും KC വേണുഗോപാലുമാണ്, VD സതീശനും KC വേണുഗോപാലുമാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് AICCയുടെ അടുത്ത് ഈ പേര് പറയുന്നത്, ആന്റോ ആന്റണിയുടെ. അപ്പോഴാണ് ഈ പറയുന്ന K സുധാകരൻ പടപ്പുറപ്പാട് നടത്തുന്നത്. ഇങ്ങനെ പടപ്പുറപ്പാട് നടത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അത് അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ അദ്ദേഹം സീനിയറായ 14ഓളം നേതാക്കളെ ഡിസ്കഷൻ നടത്തി. അതായത് VM സുധീരൻ, പഴയ പ്രസിഡന്റ് VM സുധീരൻ, പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇങ്ങനെ നിരവധി പേരുമായി ചർച്ച നടത്തിയപ്പോഴത്തേക്കും മുരളീധരനുമായി ചർച്ച നടത്തി, K മുരളീധരനുമായി. അവരെല്ലാം തന്നെ ആന്റോ ആന്റണിയൊക്കെ എന്തിനാണ് കൊണ്ടുവരണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ മറ്റൊരു വശം കൂടെ ഉണ്ട്. ആന്റോ ആന്റണിയുടെ പേര് വെറുതെ ഒരു KPCC പ്രസിഡന്റായി ഇവരെടുത്ത് ഇങ്ങനെ ഇടുമ്പോൾ അതിനകത്ത് ഇവർക്ക് ചെക്ക് പറയാൻ താല്പര്യമില്ല. അതായത് പിണറായി വിജയൻ ഒരു ഗുലാൻ ഇടുമ്പോൾ തിരിച്ചൊരു ഗുലാൻ ഇടാൻ ചെക്ക്, അല്ലെങ്കിൽ ബോർഡിൽ, നമ്മുടെ ചെസ് ബോർഡിൽ ചെക്ക് പറയാൻ ഒരാളിനെ ഇവർക്ക് ആവശ്യമില്ല. അത്തരത്തിൽ ചെക്ക് പറയുന്ന ഒരാളായിരുന്നു K സുധാകരൻ, പിണറായി വിജയന്. അങ്ങനെ ഒരാൾ ഇനി അവർക്ക് ആവശ്യമില്ല. അതിന്റെ കാരണം ഇവർക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രത്യേകം പറയണം. അതെ, ഇവിടുത്തെ നേതാക്കൾക്ക് പിണറായി വിജയനെ തന്നെ ഒന്നുകൂടെ ഭരണത്തിൽ കൊണ്ടുവന്ന് അവർക്ക് നടക്കാതിരിക്കുന്ന ആഗ്രഹങ്ങൾ, ഇപ്പം സതീശനൊരു ആഗ്രഹമുണ്ട് മുഖ്യമന്ത്രി ആവണമെന്ന്, അതിനെന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം രമേശ് ചെന്നിത്തല, നമ്മളെ സുകുമാരൻ നായരുടെ അതിഭീകരമായ സപ്പോർട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ നായർ വോട്ട് സ്പ്ലിറ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പെരുന്നയിൽ സപ്പോർട്ട് രമേശിന് കിട്ടുമ്പോൾ എങ്ങനെ ഞാനാകും എന്ന് സതീശൻ ചിന്തിക്കുന്നു. അങ്ങനെ ഞാൻ ആയില്ലെങ്കിൽ യവനും ആവണ്ട എന്ന ചിന്തയാവും. കോൺഗ്രസിനെ ഇപ്പൊ ഗ്രൂപ്പ് പോരും, പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു അടി. അപ്പോ ഒരു കാര്യം എന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോ ഉണ്ടായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്, അതിനെ മുതലെടുത്തുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാനുള്ള യാതൊരു സാധ്യതയും കോൺഗ്രസിനകത്ത് കാണുന്നില്ലല്ലോ.
അല്ല പ്രജിത, ഇതിനകത്ത് കഴിഞ്ഞ ഭരണം തന്നെ നഷ്ടപ്പെട്ട എന്തുകൊണ്ടെന്നറിയാമോ? കാലാകാലങ്ങളിൽ ഒരു 5 ടേം ഇടതുപക്ഷമെങ്കിൽ അടുത്ത 5 വർഷം വലതുപക്ഷം വരും, അല്ലെങ്കിൽ LDF എങ്കിൽ UDF വരും എന്നുള്ള ഒരു തോന്നല് ഈ കോൺഗ്രസിലെ നേതാക്കൾക്കിടയിൽ ഉണ്ടായിപ്പോയി. അപ്പോഴാണ് പിണറായി വിജയന്റെ നക്ഷത്രഭാഗ്യവും ഈ പറയുന്ന കോവിഡും മറ്റു മഹാമാരിയും മഴയും കാര്യവും ഒക്കെ വരുന്നത്. ദൈവദൂതനായി അദ്ദേഹം കാരണവരായിരുന്നു പറയുന്നത്. ഈ സമൂഹത്തെ പറ്റിച്ച് കിറ്റൊക്കെ അദ്ദേഹം കൊടുത്തെന്ന് പറഞ്ഞ് അവിടെ പണിയെടുത്ത ഒരാളുണ്ടായിരുന്നു, ആര്? രമേശ് ചെന്നിത്തല. അപ്പൊ ഇവർ ഈ പറയുന്ന പോലെ ഇവർ ധരിച്ചിരുന്നു അടി കൊള്ളണ്ട, സമരം വിളിക്കണ്ട, ഒന്നും ചെയ്യണ്ട, നമുക്ക് അടുത്ത മന്ത്രിക്കുപ്പായൊക്കെ ഇട്ട് ഇരിക്കാം എന്ന് പലരും ഒന്ന് ധരിച്ചു. അതിൽ ഒരാൾ രമേശ് തന്നെയാണ്. അപ്പൊ രമേശ് അത് മാത്രമല്ല, ഒരു ടേം കൂടെ ഉമ്മൻചാണ്ടി, അതായത് ഉമ്മൻചാണ്ടിയെ 5 കൊല്ലം നേരെ ഭരിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരാണ് ഇവരില്ല, അല്ലെ? സോളാർ വിഷയം ആരും പുറത്തു കൊണ്ടുവന്നത്? ഈ ആന്റോ ആന്റണിയും ബെന്നി ബെഹനാനും ഈ ഗ്രൂപ്പാണ് വെളി കൊണ്ടുവന്നത്. ആര് അവരുടെ നേതാവ് ഉമ്മൻചാണ്ടിയെ കുഴി ചാടിക്കാൻ അവർ തന്നെ കുഴി തോണ്ടിക്കൊണ്ട് കുഴിയിലിട്ടതാ സോളാർ കേസ്. അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. കൂടെ നടന്ന് കാല് വലിച്ചിട്ടുള്ള പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. ആ പാരമ്പര്യം അവർ ഇന്നും വെച്ച് അവസാനിപ്പിച്ചിട്ടില്ല. ആ പാരമ്പര്യം ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ ഒട്ടാകെ ഈ പറയുന്ന BJP വളരാൻ കാര്യം. BJP എന്തുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് ചങ്കുറപ്പോടെ പറയാൻ കാരണം, ഇപ്പോഴും ഒരു ചങ്കുറപ്പോടെ പറയാം, നീയൊക്കെ വെറും കോഞ്ഞാമ്പള എന്നാണ് പറയുന്നത്. അയാളുടെ പേരെന്താ? ഈ രാഹുൽ ഗാന്ധി, പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി പപ്പുവ, എന്താ? അത് വളരെ ശരിയാണ്. എന്ത് യോഗ്യത? കിച്ചൺ ക്യാബിനറ്റ് അല്ലേ സോണിയാഗാന്ധി? മാത്രമല്ല, രാഹുലിന് അറിയാവുന്ന ഒരേ ഒരു പണി എന്ന് പറയുന്നത് വിദേശ സർവകലാശാലയാണ്. പോയി കുറച്ച് വാചകം അടിക്കുക എന്ന് പറയരുത്. അതിന് വാചകം അടിച്ചു എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. രാജ്യവിരുദ്ധത പറയുക. രാമൻ ഒരു മിത്താണെന്നൊക്കെ പോയി കഴിഞ്ഞ ദിവസം പോയി പറഞ്ഞു. മാത്രമല്ല, രാഹുലിന്റെ ഇതുവരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. വിദേശത്ത് പോയി പ്രസംഗിച്ചിരിക്കുന്നത് എല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിത് നോക്കുമ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ അത് ഈ കാര്യം പറയുമ്പോൾ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ അവരുടെ കഥ പറയുമ്പോൾ, ഈ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇവരൊരു നെഹ്റു കുടുംബത്തിലെ ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എന്ത് രാഷ്ട്രീയം അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന ഗുലാം നബി ആസാദ്, പിന്നെ അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയതാ. ഇപ്പൊ പറയുന്ന ശശി തരൂര്. ഇനി ശശി തരൂരിനെ കൂടെ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന KC വേണുഗോപാൽ എന്ന കൊടും വിഷം, അങ്ങനെ തന്നെ പറയാം, കേരളത്തിൽ നിന്ന് പോയ കൊടും വിഷം, ഈ കൊടും വിഷം കാളകൂട വിഷമായി തീർന്ന് ഇതിനെ അങ്ങ് മുച്ചൂടും തീർത്തോളും. അതായത് നമ്മൾ എന്തൊരു പഴഞ്ചൊല്ല് പറയുമല്ലോ, ഒരു തുള്ളി മതി പടരാൻ. അതെ, അതുപോലെ ഇവിടെ നിന്ന് എന്ന് KC വേണുഗോപാൽ കേന്ദ്രത്തിലേക്ക് കാലുകുത്തിയോ, നമ്മൾ ചില ഓഫീസുകളിൽ ചില ആൾക്കാർ കാലെടുത്ത് കുത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില നല്ല മനസ്സുകളൊക്കെ അതോടെ അവിടെ നിന്ന് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ഒറ്റ ഉദാഹരണം മാത്രമേ നമുക്ക് അതിൽ പറയാനുള്ളൂ. അങ്ങനെ ഒരു നഞ്ചാണ് ഈ പറയുന്ന KC വേണുഗോപാൽ. ഈ KC വേണുഗോപാലിനും നമ്മൾ ആന്റോണിന്റെ കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ KC വേണുഗോപാലും ബാക്കിയുള്ള ഈ പറയുന്ന അംഗങ്ങളുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നപുംസകം, ഒരു കാര്യം കൊള്ളാത്ത കാര്യം. ആന്റോ ആന്റണിയെ സംബന്ധിച്ച് ആന്റോ ആന്റണി KPCC പ്രസിഡന്റ് ആകാനായി വളരെ വലിയ ഓപ്പറേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ 80 ലക്ഷം രൂപ ചെലവാക്കി അച്ഛന്മാരെ വരെ വിളിച്ച്, അവിടുത്തെ ധനാഢ്യന്മാരെ വിളിച്ച് ഇത് പിന്നെ റോബർട്ട് വധേരയുടെ ചെവിയിൽ ഈ പറയുന്ന സാധനം എത്തിക്കാൻ, അതായത് ഉമ്മൻചാണ്ടിക്ക് ശേഷം താനാണ് പിൻഗാമി എന്നും നമുക്ക് നഷ്ടപ്പെട്ട ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ താൻ തന്നെ വേണമെന്നും പറയാതെ പറയിക്കാൻ 80 ലക്ഷം രൂപ ഡൽഹിയിൽ ഒരു മുന്തിയ ഇനം ഹോട്ടലിൽ, ഡൽഹിയിൽ ജിങ്കാന എന്ന് പറയുന്ന ഒരു ക്ലബിൽ വെച്ച് 80 ലക്ഷം രൂപ ചെലവാക്കി ഒരു പാർട്ടി അയാൾ നടത്തി. അത് അയാളുടെ പ്രാഥമികമായി നടത്തിയ പരിപാടിയാണ്. അപ്പൊ അത്തരത്തിൽ ആസൂത്രണം നടത്തി ആന്റോ ആന്റണി ചുളുവിലങ്ങ് ആയിക്കളയാമെന്ന് ആന്റോ ആന്റണി വിചാരിച്ചു. പക്ഷെ ആന്റോ ആന്റണി 4 തവണ ലോക്സഭ അംഗമായി. പക്ഷെ എന്നിട്ടും പത്തനംതിട്ടയിൽ ആ 4 തവണ ജയിക്കുന്നതും ഈ പൊട്ടനെ ലോട്ടറി അടിച്ചതൊക്കെ പറയുന്ന പോലെ ആയിട്ടുള്ളതാണ്. അല്ലാതെ അയാൾക്ക് അതിനുള്ള സ്റ്റഫ് ഒന്നും അയക്കില്ല. എന്നാൽ ആ പത്തനംതിട്ടയിൽ നിയമസഭാ സീറ്റ് എല്ലാം LDFനാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ തന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും വേരോട്ടമില്ലാത്ത ആന്റോ ആന്റണിയെ വെറുതെ എടുത്ത് തലയിൽ വെക്കരുത് എന്ന് ഈ 14 നേതാക്കളും രാഹുൽ ഗാന്ധിയെ അറിയിച്ചു കഴിഞ്ഞു. കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മണ്ണ് പുണ്ണാക്കും അറിയാത്ത പപ്പു മോൻ എന്ന് കളിയാക്കി BJP നമ്മുടെ പ്രധാനമന്ത്രി വിളിക്കുന്ന പപ്പു മോന് ഇവർ ഉപദേശിച്ചു. ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ അവർ പറയുന്നത് ശരിയാണ്. കാര്യം ഈ പറയുന്ന ആന്റോ ആന്റണിയെ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞു, കണ്ണൂർ കോൺഗ്രസ്സുകാർക്ക് ആർക്കറിയാം? ആ സ്ഥാനത്ത് സുധാകരൻ എന്ന് പറഞ്ഞാൽ ആന്റോ ആന്റണിയെ പ്രാദേശികമായിട്ട് മാത്രമേ അറിയൂ. പ്രാദേശികമായിട്ട് പോലും അറിയില്ല പ്രജിത. നമ്മളെ പോലത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അറിയാം.
നമ്മളെ പോലത്തെ രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവർ ഈ ആന്റോ ആന്റണി, ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ആന്റോ ആന്റണി ഈ കഴിഞ്ഞ നാളുകളിൽ പത്തനംതിട്ടയിൽ ഒരു പരിപാടിയിൽ ബഹുമാനപ്പെട്ട കെ സുധാകരൻ പ്രസിഡന്റ് കെ സുധാകരൻ സംസാരിക്കാൻ ഇരിക്കുന്ന വേദിയിൽ സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിന്റെ പേര് പോലും തെറ്റിച്ച് കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിനെ അറിയാത്ത, അതും സ്വന്തം നാട്ടിൽ സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുന്ന ആന്റോ ആന്റണിക്ക് എന്ത് ഉണ്ട് അറിയാവുന്ന കൂറ് എവിടെയാന്നുള്ളത് തെളിഞ്ഞതാണ്. എങ്ങനെയാ കൂറ് തെളിഞ്ഞെന്ന് അറിയാവോ? ഈ പറയുന്ന ആന്റണിയുടെ മോനെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയാക്കുന്നതിന് സുരേന്ദ്രനുമായി ഉള്ള ടൈപ്പ് നടത്തി അയാൾക്കൊരു ഈസി വാക്ക് ഓവർ ഉണ്ടാക്കാൻ വേണ്ടി ആന്റണിയുടെ മകൻ മത്സരിച്ചല്ലോ. ആന്റണിയുടെ മകന്റെ ആ സ്ഥാനാർത്ഥിത്വം പോലും ഇയാളുടെ കളിയായിരുന്നു. ഇദ്ദേഹമാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ഇദ്ദേഹം ആന്റണിയുടെ മകനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടെ ഈസി വാക്ക് ഓവർ തനിക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെ അത്തരത്തിൽ BJP ബന്ധം. പിന്നെ രണ്ടാമത് ഡൽഹിയിൽ ഇതിനൊക്കെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ചായ സൽക്കാരം 80 ലക്ഷം രൂപ. ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തുമ്പോൾ അതിനൊരു പരിസമാപ്തി ഉണ്ടാകണ്ടേ? 80 ലക്ഷം രൂപ കത്തിത്തീർന്നു പോയതാണ്. അപ്പോഴാണ് സുധാകരൻ പറഞ്ഞത്, തദ്ദേശ ഇലക്ഷൻ വരെയെങ്കിലും എന്നെ ഒന്ന് നിർത്തിത്തരൂ. അത് സത്യമാണ്, ആ പറയുന്ന കാര്യം കറക്റ്റാണ്. കാലാകാലങ്ങളിൽ ഇതുപോലെ കോൺഗ്രസ് കാണിച്ചിട്ടുള്ള നെറുകേട് ഇവിടെ നിന്നുള്ളവർ എന്ന് ചെവിയിൽ ഓതി പലരെയും, ഇപ്പൊ സുധീരനെ ഇവിടെ വെച്ചു. സുധീരനെ വെച്ചിട്ട് സുധീരൻ ആ ഭരണത്തെ ഇല്ലാതാക്കുകയല്ലേ ചെയ്തത്? ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് കുളം തോണ്ടിയത് സുധീരനല്ലേ? പിന്നെ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ വ്യക്തിത്വമുള്ള ഏറ്റവും നല്ലൊരു നേതാവിനെ കൊണ്ടുവച്ചിട്ട് അതെന്തായി? അപ്പൊ പാരമ്പര്യം, അവരുടെ തമ്മിലടി എന്ന പാരമ്പര്യം അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നു. ആന്റോ ആന്റണി എന്ന് പറയുന്ന ഒരു ആർക്കും അറിയാത്തൊരു നേതാവിനെ വെക്കുന്നതോടുകൂടി കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ നിന്ന് കോൺഗ്രസ് മുക്ത കേരളം കൂടെ ആവുമ്പോൾ അവസാനത്തെ ആണി കൂടെ BJPക്ക് അല്ലെങ്കിൽ പിന്നെ മറ്റു കോൺഗ്രസിന്റെ നെഞ്ചത്ത് BJPക്ക് ആണി അടിക്കാൻ ആ ഒരു അവസരം അതേ ഇതിൽ പറയാം.